ഹല്ലേലൂയ. മഹത്വത്തിന് സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 23-ാം സങ്കീർത്തനം 4-ാം തിരുവചനം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു തിരുവചനമാണ്. അവിടെ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. മരണത്തിന്റെ നിഴൽ വീണ താഴ്വര, വേദനയുടെയും പരിഹാസത്തിന്റെയും അപമാനത്തിന്റെയും നിഴൽ വീണ താഴ്വര. നമ്മൾ അനേകർ ഇപ്രകാരം ഒരു താഴ്വരയുടെ മുൻപിലാണ് നിൽക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് തരികയാണ്, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഒന്നിനെയോർത്തും അസ്വസ്ഥരാകേണ്ട. ഈ ശുശ്രൂഷയിൽ പ്രത്യേകമായി ജീവിതത്തിൽ ഒരുപാട് തകർന്ന വ്യക്തികളെ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാം മറന്ന് അല്പസമയം നമ്മൾ ഒന്നുചേർന്ന് കർത്താവിനെ ആരാധിക്കാനായിട്ട് പോവുകയാണ്. പുറമായും കർത്താവിനെ ആശ്രയിച്ച് ഹൃദയം തുറന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. കരമടിച്ച് ശക്തിയോടെ ചേർന്ന് പാടുന്നു. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ആ ബോധ്യത്തോടെ പാടി. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. എല്ലാവരും പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അതു നീതിക്കാൻ കണക്കിട്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അതു നീതിക്കായി സംഭവിച്ചല്ലോ. ആദിമകത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോ ദൈവത്തിനു തക്ക മഹത്വം കൊടുത്തപ്പോ യാക്കോബും ദൈവത്തെ പാടി ആരാധിക്കും മക്കളെ. ദൈവത്തിനു സ്വർഗം തുറക്കപ്പെടുന്ന സമയം യാബോക്ക് എന്ന കടവിൽ അനുഗ്രഹമായി ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ഓ ആരാധിച്ച അഭിഷേകത്തോടെ ചാടി ദൈവശക്തി ദൈവശക്തി വെളിപ്പെടട്ടെ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, നീ ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം, നീ ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേ. ശക്തിയോടെ കരങ്ങൾ വീശി ഹല്ലേ. ആത്മാവേ വരിക, പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യുക, അഭിഷേകം ചെയ്യുക. ഇരു കരങ്ങളും ഉയർത്തി, ഇരു കരങ്ങളും ഉയർത്തി, ഇരു കരങ്ങളും ഉയർത്തി. അകരം തുറന്ന് പരിശുദ്ധാത്മാവ് വിളിക്കും മക്കളെ. ഹല്ലേലൂയ പാടി നിങ്ങൾ ആരാധിക്കേ. ദൈവദൂതന്മാരോട് ചേർന്ന് വിശുദ്ധ മിഖായേലേ, വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റാഫയേലേ, മഹത്വത്തോടെ വരണമേ. ഈ ദൈവദിനത്തിന്റെ മധ്യ വരണമേ. സ്തുതി
കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. വരിക പരിശുദ്ധാത്മാവേ, ഈ സ്തുതി ആരാധനയിലേക്ക് ഇറങ്ങി വരിക, മഹത്വത്തോടെ വരിക, ശക്തിയോടെ വരിക. കെട്ടുകളെ പൊട്ടിക്കുക. പരിശുദ്ധാത്മാവേ, രോഗികളെ സുഖപ്പെടുത്തുക. പരിശുദ്ധാത്മാവേ, ആഴമായ മനസ്സാന്തരങ്ങൾ നൽകുക, അനുതാപത്തിന്റെ കൃപ നൽകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ അനേകം പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധാത്മ ഉത്തരം നൽകുന്നു. പല അത്ഭുത വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അക്കാലങ്ങൾ ആരെയും നോക്കണ്ട, മടുപ്പ് കൂടാതെ, തളർച്ച കൂടാതെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി നിങ്ങൾ യേശുവിനെ വിളിക്കേ. അത്ഭുതത്തിന്റെ കരങ്ങൾ നിൽക്കണമേ. സത്താരി വൃന്ദങ്ങളെ ഒടിച്ചു കളയണമേ. അത്ഭുത വിടുതലുകൾ, അത്ഭുത മാനസാന്തരങ്ങൾ, അത്ഭുതകരമായ പ്രവൃത്തികൾ വെളിപ്പെടട്ടെ. ദൈവജനത്തിന്റെ മധ്യ വെളിപ്പെടട്ടെ. കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. സമൂഹങ്ങളിൽ വെളിപ്പെടട്ടെ. കൂട്ടായ്മകളിൽ വെളിപ്പെടട്ടെ. ഭൂഖണ്ഡങ്ങളിൽ വെളിപ്പെടട്ടെ. ഹാല ഹാല ഹാല. Mighty power, mighty power, mighty power. Hallelujah, 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 hallelujah. ഇത് അനേകം നിയോഗങ്ങളുടെ മേൽ, വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുടെ മേൽ കർത്താവിന്റെ അത്ഭുതത്തിന് കരം വരുന്നു. കർത്താവേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന വർഷങ്ങളായി വ്യത്യസ്ത നിയോഗങ്ങളുമായി ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം ആയിരങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മിഖായേലേ, ഞങ്ങളെ മധ്യ ഇറങ്ങി വരിക. ഞങ്ങളുടെ എതിരിട്ട് നിൽക്കുന്ന സാത്താന്യ ശക്തികളെ തകർത്ത് കളയുക. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഉപവാസത്തിന്റെ ശക്തിയെ കുറിച്ചാണ്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 29-ാമത്തെ തിരുവചനം. ഈ വചനത്തിൽ നിന്നാണ് ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുവാനായി ആഗ്രഹിക്കുന്നത്. ആ വചനത്തിന്റെ പശ്ചാത്തലം ഇതാണ്. പിശാച് ബാധിച്ച ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ പിതാവ് അപ്പോസ്തലന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അവർ യേശുവിന്റെ നാമത്തിൽ ആ കുഞ്ഞിനെ വിടുതൽ കിട്ടുവാൻ, സൗഖ്യം കിട്ടുവാൻ പ്രാർത്ഥിച്ചു. എന്നാൽ അപ്പോസ്തലന്മാർ ആ ശുശ്രൂഷയിൽ പരാജയപ്പെട്ടു. തുടർന്ന് നമുക്ക് ആ വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലന്മാരുടെ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവേ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ കുഞ്ഞിൽ നിന്ന് പിശാചിനെ പുറത്താക്കാൻ കഴിയാതെ പോയത്? ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഈശോ മറുപടി കൊടുക്കുന്നതാണ് ഈ തിരുവചനം. അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. ചില പ്രാചീന കൈയെഴുത്ത് പ്രതികളിൽ കാണുന്നുണ്ട്, അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. ഈ തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായി പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ നമ്മൾ പ്രലോഭനങ്ങൾ അതിജീവിക്കുന്ന അഭിഷേകത്തിൽ മുന്നേറുവാൻ കഴിയണമെങ്കിൽ, ശത്രുവായ പിശാചിന്റെ പോരാട്ടങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനുമേൽ വിജയം നേടുന്നവരായി മാറണമെങ്കിൽ ഉപവാസത്തിന്റെ മർമ്മങ്ങൾ കൃത്യതയോടെ നമ്മൾ മനസ്സിലാക്കുവാൻ സ്വർഗം അതിയായി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് യേശു പറഞ്ഞേ, ഉപവാസം കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. പിശാചിന്റെ മേൽ, ലോകത്തിന്റെ മേൽ, ജഡത്തിന്റെ മേൽ ഉന്നത വിജയം നേടുവാൻ നമുക്ക് കഴിയണമെങ്കിൽ കർത്താവിന്റെ ഈ വചനത്തിന്റെ പൊരുൾ വേണ്ടവിധം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ലൂക്കാസ് എഴുതിയ സുവിശേഷത്തിലോട്ട് കടന്നു വരുമെന്ന് നമുക്ക് കാണാൻ പറ്റും. 4-ാം അധ്യായം 1-ഉം 2-ഉം തിരുവചനങ്ങൾ. യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്
ജോർദാനിൽ നിന്ന് മടങ്ങി. യേശുവിൻ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല, പാനം ചെയ്തില്ല. 40 ദിവസം യേശു ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരുവചനം ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും എന്തുമാത്രം ഉപവാസ പ്രാർത്ഥനകൾ വിശുദ്ധ വചനത്തിൽ കാണാം. മോശ 40 ദിവസം ഉപവസിച്ചു. പ്രവാചകനായ ഏലിയ 40 ദിവസം ഉപവസിച്ചു. സ്വന്തം ജനത്തെ രക്ഷിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത എസ്തേർ അവൾ 3 ദിവസം സ്വജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപവസിച്ചു. യൂദിത്ത് ഉപവസിക്കുന്നു. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും കർത്താവായ യേശു 40 ഡേയ്സ് ഫാസ്റ്റ് ചെയ്യുകയാണ്. പൗലോസ് അപ്പോസ്തലൻ 3 ദിവസം ഉപവസിക്കുന്നതായി അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലൂടെയാണ്. എന്തുകൊണ്ടാണ് ഈ വിശുദ്ധരെല്ലാം ഈ വിധത്തിൽ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ഉപവസിക്കുവാനുള്ള കാരണം? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. ആ ഉപവാസം കഴിഞ്ഞപ്പോൾ യേശുവിനെ വിശന്ന സമയത്ത് പ്രലോഭകനായ പിശാച് യേശുവിനെ സമീപിച്ചുകൊണ്ട് പറയുകയാണ്, ഉപവാസത്തിന്റെ ശക്തി ഇതാണ്. ശത്രുവിന്റെ പോരാട്ടങ്ങളുടെ മേൽ നമുക്കത് വിജയം നൽകുന്നു. പ്രലോഭനങ്ങൾ അതിജീവിക്കുവാനുള്ള അഭിഷേകത്തിലേക്ക് ഉപവാസം നമ്മെ നയിക്കുന്നു. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദം ഹവ്വ ദമ്പതികളെ തകർത്ത അതേ പ്രലോഭനവുമായിട്ട് യേശുവിനടുത്ത് പിശാച് വരുന്നത്. ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുടെ അപ്പമാകാൻ പറയാ, ജഡത്തിന് ദുരാശയാ. എന്നാൽ കർത്താവ് തിരിച്ചറിഞ്ഞു ഇത് വലിയ വഞ്ചനയാണെന്ന്. കാരണം 40 ദിനരാത്രങ്ങൾ യേശു ഉപവസിച്ച് പിതാവുമായിട്ടുള്ള വലിയ കൂട്ടായ്മയുടെ അനുഭവത്തിലായിരുന്നു. ഈ 3 പ്രലോഭനങ്ങളെയും ഉപവാസത്തിന്റെ അത്ഭുതമായ ശക്തിയാൽ കർത്താവ് വിജയം വരിക്കുന്നത് കാണാൻ പറ്റും. ദൈവത്തിന്റെ വചനം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രലോഭനങ്ങളെ യേശു പരാജയപ്പെടുത്തുകയാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 13-ാം വചനത്തിൽ വളരെ വ്യക്തമായി വചനം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവന് വിട്ടുപോയി. 14-ാം വചനത്തിൽ പറയുകയാണ്, യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലായിലേക്ക് മടങ്ങിപ്പോയി. ഇതാണ് ഉപവാസത്തിന്റെ പവർ. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലായിലേക്ക് മടങ്ങിപ്പോയി. ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ കർത്താവ് അത്ഭുതകരമായ ആത്മശക്തി പ്രാപിക്കുക. തന്റെ പരസ്യ ജീവിതത്തിന് വേണ്ടി പിതാവിന്റെ രാജ്യം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അഭിഷേകം ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ യേശുവിന് ലഭിക്കുന്നതായി തിരുവചനം വെളിപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിൽ ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൽ ഉപവാസത്തിന് വലിയ ശക്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ യൂദാ രാജാവായ യഹോഷാഫാത്ത് ഉപവാസ പ്രാർത്ഥനയുടെ മർമ്മം വേണ്ടവിധം ഗ്രഹിച്ചവനായിരുന്നു. 1-ാം വചനത്തിൽ പറയാണ്, കുറെ കാലം കഴിഞ്ഞ് മോവാബ്യരും അമോന്യരും മേയൂന്യരും ചേർന്ന് യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. 3 വംശങ്ങള്, 3 ജനതകള് യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വരികയാണ്. യഹോഷാഫാത്തിനടുത്ത് വന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു, ഇതാ കടലിനക്കരെ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. പ്രിയ ദൈവമക്കളെ, ഇത് നമ്മുടെ ജീവിതത്തിന് നേരെ, നമ്മുടെ കുടുംബത്തിന് നേരെ ഇതുപോലെ ഒരുപാട് പോരാട്ടങ്ങൾ വരുന്നുണ്ട്. പൈശാചികമായ പോരാട്ടങ്ങള്, നമ്മുടെ നേരെ വരുന്ന പ്രതിസന്ധികള്, പ്രതികൂലങ്ങള്, വെല്ലുവിളികള്, പരാജയങ്ങള്, തകർച്ചകള് എന്തുമാത്രം വലുതാണെങ്കിലും പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഉപവാസ പ്രാർത്ഥനയുടെ യഥാർത്ഥ മർമ്മം നീ ഗ്രഹിച്ചവനാണെങ്കിൽ ഇതിനെല്ലാം അതിജീവിക്കുവാനുള്ള വലിയൊരു അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് പകരുവാൻ കർത്താവ് മതിയായവനാണെന്ന് ഈ പാസേജിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ യഹോഷാഫാത്തിനെതിരെ വന്നപ്പോൾ യൂദാ രാജാവായ യഹോഷാഫാത്ത് എന്താ ചെയ്തേ? വചനം പറയുന്നു, അവൻ ഭയന്ന്
കർത്താവിലേക്ക് തിരിയാൻ തീരുമാനമെടുത്തു. ഹല്ലേലൂയ! ഇതാണ് വിജയം. ഉപവാസ പ്രാർത്ഥനയുടെ അധികമായ പവർ തിരിച്ചറിഞ്ഞ രാജാവായിരുന്നു യെഹോഷാഫാത്ത്. കർത്താവിലേക്ക് തിരിഞ്ഞു. നീ ഒരു പ്രതിസന്ധിയിലാണോ? നീ ഒരു വിഷമതയിലാണോ? പരാജയത്തിലാണോ? കർത്താവിലേക്ക് തിരിയേ, കർത്താവിലേക്ക് തിരിയേ. അവിടെ അത്ഭുത വിടുതലുണ്ട്. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. യെഹോഷാഫാത്ത് രാജാവ് എന്ത് ചെയ്തു? രണ്ടാമതവൻ എന്താ ചെയ്തെന്നറിയോ? തന്റെ നാട്ടിലെങ്ങും യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഉപവാസം പ്രഖ്യാപിക്കുക. രാജ്യം ഒരു യുദ്ധഭീഷണിയുടെ വക്കിൽ നിൽക്കുമ്പോൾ, 3 വലിയ ജനതകൾ തന്റെ രാജ്യത്തെ ആക്രമിക്കാൻ വരുമ്പോൾ, യൂദ രാജാവ് തന്റെ രാജ്യം മുഴുവൻ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കുകയാണ്. ലൗകിക മനുഷ്യർ പറയും, ഇതുപോലെ പൊട്ടനായ, ഇതുപോലെ മന്ദബുദ്ധിയായ ഒരു രാജാവ് ചരിത്രത്തിൽ ഉണ്ടാവില്ല എന്ന്. ഇതുപോലെ ഭോഷന്മാരെ കർത്താവിന് ആവശ്യം. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഭോഷന്മാരായവരെ. യെഹോഷാഫാത്ത് യഥാർത്ഥത്തിൽ കർത്താവിന്റെ ഹൃദയത്തുടിപ്പുകൾ അറിഞ്ഞൊരു രാജാവായിരുന്നു. നാട്ടിലേക്ക് ഉപവാസം പ്രഖ്യാപിച്ചു. വചനം പറയുന്നൊരു കാര്യമുണ്ട്. 13-ാം തിരുവചനം അവിടെ പറയാണ്, യൂദയായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കണേ. പ്രിയ സഹോദര സഹോദരി, ഞാനും നിങ്ങളും ഈ ഒരു അനുഭവത്തിലേക്ക് തിരിച്ചു നടക്കേണ്ട സമയത്തിലാണ്. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ ആവശ്യകത പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോഴെങ്കിലും അത് വെറും ഒരു അനുഷ്ഠാനമായി, ഒരു ആചാരമായി, ആ പ്രാർത്ഥനയുടെ ശക്തിയോ മഹത്വമോ തിരിച്ചറിയാതെ ഇന്ന് അനേകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓർക്കുകയാണ്, ഏതാനും നാളുകൾക്ക് മുൻപ് ഞങ്ങൾ ടീം കൂട്ടായ്മ ഇങ്ങനെ കൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഒരു സന്ദേശം നൽകി. എന്തൊക്കെ ശുശ്രൂഷയുടെ തിരക്കുണ്ടെങ്കിലും, എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് മാസത്തിൽ 3 ദിവസം ടീം മുഴുവൻ, കൂട്ടായ്മ മുഴുവൻ 24 മണിക്കൂറും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ 24 hours 3 days പ്രാർത്ഥിക്കണം. ഞാനിത് നിങ്ങൾ പങ്കുവെക്കുന്നത് സ്വന്തം മഹത്വം കിട്ടാനോ കൂട്ടായ്മയുടെ പെരുപ്പം കാണിക്കാനല്ല. കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ സന്ദേശം ചിലർക്കെങ്കിലും ഒരു അഭിഷേകമായി മാറിയേക്കാം എന്നുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങളോട് ഇത് സ്നേഹത്തോടെ പങ്കുവെക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ടീമിൽ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ട ഒരു അത്ഭുതം ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചു. രാത്രികാലങ്ങളിൽ ഷിഫ്റ്റ് ചെയ്ത് 5-6 വ്യക്തികൾ മാറി മാറി ഒരുമിച്ച് മാറി ഇരുന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ മാസങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ വലിയ അത്ഭുതകരമായ മാറ്റങ്ങൾ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണുവാൻ, കുടുംബത്തിൽ കാണുവാൻ, കൂട്ടായ്മയിൽ കാണുവാൻ, കർത്താവ് ഏൽപ്പിച്ചു തന്ന ശുശ്രൂഷകളിൽ കാണുവാൻ, കൂടുതൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുവാൻ, ആഴമായ അനുതാപങ്ങൾ, മാനസാന്തരങ്ങൾ ദൈവദിനത്തിൽ പ്രകടമായി സംഭവിക്കുന്നത് കാണുവാൻ കർത്താവ് ഇടവരുത്തി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഉപവാസം അതൊരു പഴഞ്ചൻ ആശയമല്ല. ഉപവാസത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുക. ഈ യൂദാ രാജ്യത്തിലെ സകല മനുഷ്യരും കർത്താവിന് മുമ്പിൽ നിൽക്കിയ സമയത്ത് എന്തുണ്ടായേ? ഒരു അത്ഭുതമുണ്ടായി. അവരുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയുടെ മേൽ കർത്താവിന്റെ കരം വന്നു. പരിശുദ്ധാത്മ ശക്തിയോടെ ഇടപെടാൻ തുടങ്ങി. ഇതാ അവരുടെ വിഷയത്തിന് കർത്താവ് ഉത്തരം കൊടുക്കുകയാ. സഹോദര, നിന്റെ വിഷയങ്ങൾക്ക് ഉത്തരം വേണോ? സഹോദരി, നീ അനുഭവിക്കുന്ന തകർച്ചകൾക്ക് ഉത്തരം വേണോ? എങ്കിൽ ഈ വിധം എളിമപ്പെട്ട് കർത്താവിന്റെ മുൻപിൽ നിൽക്കണം. എന്താ ഉണ്ടായെന്നറിയോ? 14-ാമത്തെ വചനത്തിൽ പറയാം, അപ്പോൾ കർത്താവിന്റെ ആത്മാവ് സഭാമധ്യ നിന്നിരുന്ന ആസാ വംശജനും ലേവിനുമായ യെഹേസിയേലിന്റെ മേൽ വന്നു. യെഹേസിയേലിലൂടെ പരിശുദ്ധാത്മാവ് ചില ദൂതുകൾ കൊടുത്തു. ദൈവജനത്തോട് സംസാരിക്കുക. എന്താ സംസാരിച്ചെന്നറിയോ? അതിന് പ്രധാനപ്പെട്ട വചനം മാത്രം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. 17-ാമത്തെ വചനം. അവിടെ പരിശുദ്ധാത്മാവ് യെഹേസിയേലിലൂടെ സംസാരിച്ചു. ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദാ ജെറുസലേം നിവാസികളെ, നിങ്ങൾ അണിനിരുന്ന് കാത്തിരുന്ന് കാണുവിൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പൊരുതും. അവൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പൊരുതും. 21-ാം വചനത്തിൽ പറയുന്നു, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുൻപേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവാൻ യെഹോഷാഫാത്ത് രാജാവ് ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ടീമിനെ ഒരുക്കി. ഒരു സ്തുതി ആരാധന ടീം, പ്രൈസ് ആൻഡ് വർഷിപ്പ് ടീം. ലോക ചരിത്രത്തിൽ ഇതുപോലൊരു യുദ്ധം നടന്നിട്ടില്ല. യുദ്ധ
പട്ടാളക്കാട് മുൻപിൽ നടക്കുന്നത് പ്രൈസ് ആൻഡ് വർഷിപ്പ് ടീമാ. അവരിങ്ങനെ സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ പാടി കർത്താവിന് മഹത്വം കൊടുത്ത് അവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് പോകുമ്പോൾ വചനം പറയുകയാണ്, അവർ പാടി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ 22-ാമത്തെ വചനം, അമ്മോന്യർ, മോവാബ്യർ, സയീർ പർവ്വത നിരകൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. കർത്താവിന്റെ കരം അവിടെ വെളിപ്പെട്ടു. എന്താ സംഭവിച്ചെന്നറിയോ? അമ്മോന്യരും മോവാബ്യരും ഒരുമിച്ച് അവരൊരു ടീമായി അവർ സയീർ പർവ്വത നിവാസികളോട്, ബേയൂന്യരോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ജനത നശിച്ചു. അവസാനം മോവാബ്യരും അമ്മോന്യരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് യഹോഷാഫാത്തിന്റെ സൈന്യം, യഹോഷാഫാത്തിന്റെ ജനം അവരെങ്ങ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് ചെയ്യുന്ന മഹത്തരമായ പ്രവർത്തികൾ കണ്ട് ആനന്ദത്തോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല, അവർക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. അവർ ഉപവസിച്ച് എളിമപ്പെട്ട് കർത്താവിന്റെ മുൻപിൽ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അത്ഭുതങ്ങൾ നടക്കുകയാണ്. വചനം പറയുകയാണ്, അങ്ങനെ ആ സൈന്യങ്ങൾ മുഴുവൻ നശിച്ചു പോവുകയാണ്. അവിടെ 30-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മ പറയുന്നുണ്ട്, യഹോഷാഫാത്തിന്റെ ഭരണം സമാധാനപൂർണമായിരുന്നു. അവന്റെ രാജ്യത്തിന് ചുറ്റും കർത്താവ് സ്വസ്ഥത നൽകി. അവന്റെ രാജ്യത്തിന് ചുറ്റും കർത്താവ് സ്വസ്ഥത നൽകി. നമ്മുടെ കർത്താവ് ഈശോയുടെ ജീവിതത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിച്ചേ. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലൂടെ പിശാച് കൊണ്ടുവന്ന എല്ലാ പോരാട്ടങ്ങളുടെ മേൽ കർത്താവ് വിജയം വരിച്ചു. ആത്മാവിന്റെ ശക്തിയോടെ യേശു ഗലീലായിലേക്ക് മടങ്ങിപ്പോയി. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഉപവാസ പ്രാർത്ഥനയുടെ ആഴം മനസ്സിലാക്കി നമ്മൾ കൂടുതൽ ഈ തലമുറയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, അനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി, പ്രിയ ദൈവമക്കളെ, നമ്മൾ വില കൊടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഒരു പുതിയ തീരുമാനം ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എടുക്കാം. അതിനായി കർത്താവ് നമ്മെയും നമ്മുടെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഓശാന തിരുനാളിന്റെ ആശംസകൾ നേരുന്നു. ദൈവ സാന്നിധ്യം നമുക്കെപ്പോഴും കൂട്ടായിരിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകൾ പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആത്മനാഥാനിരക്കാരാധന, ആത്മജരേകിടും ആരാധന, ആത്മനാഥാനിരക്കാരാധന. പരമപരിശുദ്ധനായ ദൈവം തിരുവോസ്തി രൂപമായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നുറുങ്ങിയ ഹൃദയത്തോടെ പരിശുദ്ധ കുർബാനയിലുള്ള കർത്താവിന്റെ സാന്നിധ്യം പൂർണ്ണമായും അനുഭവിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തപസ് നാളുകളിൽ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു ഉപവാസത്തിന്റെ ശക്തിയെക്കുറിച്ച്. ഇരുകരങ്ങളും ദിവ്യകാരുണ്യീശോയുടെ തിരുമുൻപിലേക്ക് നമുക്ക് യാചനാപൂർവം തുറന്നു പിടിക്കാം. ഏറെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇത് കൃപയുടെ മണിക്കൂറുകളാണ്. പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തോടെ തിരുവോസ്തിയിലോട്ട് നോക്കുക. ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുകയാണ്. ഇരുകരങ്ങളും ഈശോയുടെ തിരുമുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്ക് സ്വരമുയർത്തി യേശുവിന്റെ നാമത്തെ വിളിക്കാം. അനേകം അത്ഭുത വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുകരങ്ങളും ഉയർത്തി സ്വരമുയർത്തി വിശ്വാസത്തോടെ നമുക്ക് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് അനേകം കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു.
അനേകം ജീവിതങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കും മക്കളെ, നിലവിളിച്ചു പ്രാർത്ഥിക്കേ. ഇത് ദൈവാനുഗ്രഹത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആരാധന ശുശ്രൂഷയിലൂടെ ജനകോടികളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ വിശ്വസിച്ച് ഈ ആരാധന ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആയിരങ്ങളിലേക്ക് മഹത്വത്തോടെ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ.